ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ ഗണേശ ചതുർത്ഥി ആയിരുന്നല്ലോ, അപ്പം നമ്മുടെ അവിട്ടത്തിൻ്റെ അന്നായിരുന്നു ലാസ്റ്റ് ഡേ, 10ാമത്തെ ദിവസം. 10ൻ്റെ അന്നാണ് ഇതിൻ്റെ വലുതെല്ലാം പോകുന്നത്. അപ്പോൾ വീടുകളിൽ എല്ലാം 1.5 ദിവസം, 3 ദിവസം, 5 ദിവസം, 7 ദിവസം അങ്ങനെ പോകും. ചിലതൊക്കെ ചിലർ 10 ദിവസം വീട്ടിലും വെക്കും. വെളിയിൽ സൊസൈറ്റികളിലുള്ളതും വെളിയിലുള്ളതും എല്ലാം വെക്കും. അങ്ങനെ വിസർജൻ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അവിട്ടത്തിൻ്റെ അന്നായിരുന്നു അത്, 10ാമത്തെ ലാസ്റ്റ് ഡേ. അപ്പോൾ ഓരോരുത്തരിങ്ങനെ വിസർജൻ്റെ സ്ഥലത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് അത് കൊണ്ടുപോകുന്നത്. അത് കൊണ്ടുപോകുന്ന ഉടനെ വീട്ടുകാർക്കൊക്കെ നല്ല വിഷമമുണ്ട്. എല്ലാവരും മിക്ക പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ കരയും ഇത് കൊണ്ടുപോകുമ്പം. കണ്ടോ, വീട്ടുകാരിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് അവിടെ ഇട്ട്. പക്ഷെ അവിടോട്ട് അങ്ങനെ വീട്ടുകാർക്ക് പോലും പ്രവേശനമില്ല ഇപ്പോൾ ഈ പ്രാവശ്യം. അവിടെ ചിലയിടത്തൊക്കെ ഉണ്ട്, മുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ പ്രാവശ്യം അങ്ങനെ എന്തോ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് കാണിച്ചില്ലായിരുന്നു. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് നോക്കി നിൽക്കുക എടുത്തുകൊണ്ട് പോകുന്നത്. വീട്ടിൽ നിന്ന് പൂജ ചെയ്തുകൊണ്ട് പോകും. അവിടെ ചെന്നിട്ട് ലാസ്റ്റ് നമ്മൾ ആരതി ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്തിട്ട് എല്ലാം പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് അവരെടുത്തുകൊണ്ട്, അത് അവിടെ ഉള്ള ആൾക്കാരാണ് അങ്ങനെ കൊണ്ടുപോകുന്നത്. കണ്ടോ, എല്ലാവരും യാത്ര അയക്കുവാണ്. ഞങ്ങളിപ്രാവശ്യം ഞങ്ങളുടെ സ്ഥലത്തല്ലായിരുന്നു. അപ്പോൾ മാമൻ്റെയും മാമിയുടെയും അടുത്ത് പോയായിരുന്നു ഓണം ആഘോഷിക്കാൻ. അപ്പോൾ അവിടെയാണ് ഞങ്ങളിപ്രാവശ്യം വിസർജൻ്റെ ഇത് കണ്ടത്. അപ്പം ഒത്തിരി ചെറുതും വലുതും നല്ല ഭംഗിയുള്ള ഗണപതി ബപ്പയൊക്കെയാണ്. എല്ലാവരും ഇങ്ങനെ എണ്ണുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടോ, ആരതി നടക്കുവാണ്. ഇങ്ങനെ ആരതി ഒഴിഞ്ഞിട്ട് വേണം അവരുടെ കയ്യിൽ നമ്മൾ കൊടുക്കാൻ. അപ്പോൾ എല്ലാ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നവർക്ക് നല്ല സങ്കടം ഉണ്ടാകും ഇതിങ്ങനെ പോകുന്ന ഉടനെ. ഇതൊക്കെ വലിയ വലിയ റോഡ്, ഇതിൻ്റെയൊക്കെ റോഡിലും ബിൽഡിങ്ങുകളിലൊക്കെ വെക്കുന്നതാണ്, ഫ്ലാറ്റിലൊക്കെ വെക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ വേറെ സ്ഥലങ്ങളിലാണ് കൊണ്ടൊഴുക്കുന്നത്. അപ്പം അത് ഇങ്ങനെ ഭയങ്കര ആഘോഷമായിട്ടാണ് പോകുന്നത്. കൊട്ടും, നമ്മുടെ നാട്ടിൽ ഉത്സവം പോലെ. കണ്ടോ, പല ഇടത്തുനിന്ന് വരുന്ന ഗണപതി ബപ്പയാണ് ഇതൊക്കെ. ഡാൻസും പാട്ടും കൊട്ടും മേളവും കുങ്കുമം എറിയലും മഞ്ഞൾ വാരി എറിയലും ഒക്കെ ഉണ്ട് ഇതിൻ്റെ കൂടെ കേട്ടോ. അപ്പം നല്ല രസമാണ്. ഇവിടെ ഒരു ആഘോഷമാണ് ഇതൊക്കെ. ഇതെല്ലാം രാത്രിയിലാണ് എടുത്തത് കൊണ്ടുപോകാൻ തുടങ്ങിയത്. അപ്പം ഇതൊക്കെ ഇനിയും വിസർജൻ്റെ സമയമാകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ രാവിലെ ചെയ്യുള്ളൂ. അതുവരെ ഇവരവിടെ നടന്നെത്തണം. നടന്നാണ് എല്ലാവരും പോകുന്നത്. അതിൻ്റെ കൂടെ ഡാൻസ് കളിച്ചും നടന്നും ഒക്കെയാണ് പോകുന്നത്. അപ്പോൾ അത് നല്ല ദൂരത്താണ് ഇത് വിസർജനം ചെയ്യാൻ കൊണ്ടുവന്നത്. വലുതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുളത്തിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ വെള്ളത്തിലോ ഒന്നും ഒഴുക്കാൻ പറ്റില്ല. നല്ല വെള്ളമുള്ളിടത്ത് മാത്രമേ മുക്കാൻ പറ്റത്തുള്ളൂ. അത് മുങ്ങിപ്പോകണമല്ലോ. അതുകൊണ്ട് ഇത് ദൂരേക്കോട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ വരെയും ഇതിൻ്റെ കൂടെ ഇങ്ങനെ നടന്നാണ് ആൾക്കാർ പോകുന്നത്. അപ്പം നല്ലൊരു വൈബാണ് ഇവിടെ. ഈ ഒരു ഇത് കഴിഞ്ഞ് ഇന്നലെ 10ാമത്തെ ദിവസമായിരുന്നു.